ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 6 വാട്ട് പാനലും അതുപോലെ 3 വാട്ട് പാനലിൻ്റെ ലൈറ്റ്സാണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത്. ഒരേ കമ്പനി തന്നെ, ഡ്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 3 വാട്ടും വരുന്നുണ്ട്, അതുപോലെ 6 വാട്ടും വരുന്നുണ്ട്. ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് അറിയാൻ പറ്റും 3 കളറിലാണ് വരുന്നത്. വാം വൈറ്റ്, WWD എന്ന് ഉദ്ദേശിക്കുന്നത്, WH എന്ന് വൈറ്റ്, പിന്നെ ന്യൂട്രൽ വൈറ്റ്. ഇങ്ങനെ 3 കളറുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അതായത് WW എന്ന് ഉദ്ദേശിച്ചാൽ വാം വൈറ്റ്, WH എന്ന് ഉദ്ദേശിച്ച വൈറ്റ്, വാം വൈറ്റ്, പിന്നെ ന്യൂട്രൽ വൈറ്റ്, NW എന്ന് ഉദ്ദേശിച്ച ന്യൂട്രൽ വൈറ്റ്. അങ്ങനെ 3 കളറുകളാണ് വരുന്നത്. ഈ പാനൽ ലൈറ്റ്സ് നമ്മൾ സീലിങ്ങിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അലൂമിനിയം ബോഡിയാണെന്ന് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പല ടൈപ്പ് നമുക്ക് ലൈറ്റുകളും കിട്ടുന്നുണ്ട്. അതായത് മെറ്റൽ ബോഡി വരുന്നുണ്ട്, അതല്ലാതെ തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസും വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വരുന്നത് അഡാപ്റ്റർ, അതിൻ്റെ അഡാപ്റ്റർ സിസ്റ്റം വരുന്നത് ഇൻബിൽറ്റും വരുന്നുണ്ട്, പുറത്ത് വരുന്ന ടൈപ്പും വരുന്നുണ്ട്. MRP നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. അതായത് 2 വർഷം വാറൻറ്റിയാണ് നമുക്ക് ഈ 3 വാട്ടാണെങ്കിലും 6 വാട്ടാണെങ്കിലും വാറൻറ്റി വരുന്നത്. അത് മിക്കതും ഓൾറെഡി ഒരു 90% ഏകദേശം ഒരുപോലെയാണ്. എല്ലാ ലൈറ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ, കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 6 വാട്ടിൻ്റെ MRP നിങ്ങൾ കണ്ടു. അങ്ങനെ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതായത് 6 വാട്ട് എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അതായത് ഏകദേശം ഒരു 4 ഇഞ്ചോളം വലിപ്പം വരുന്നുണ്ട്. 3 വാട്ട് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 3 ഇഞ്ചോളം വലിപ്പം വരുന്നത്. ഇതാണ് 3 വാട്ട് വരുന്നത്. ഇത് അതിൻ്റെ സെൻട്രലിലെ ലൈറ്റ് കാര്യങ്ങൾ, അതിൻ്റെ മെറ്റൽ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളിത് കണ്ടോ, നമുക്ക് ഈ പാനൽ ലൈറ്റ്സിൻ്റെ മാർക്കിങ്ങിന് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മളിപ്പോൾ ഈ ബോഡി കണ്ടോ, നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ആ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ, അതുണ്ടോ, ആ കട്ട് ചെയ്ത് വെച്ചാലുണ്ടോ. ഈ കട്ട് ചെയ്ത ആ പറയുന്ന മെറ്റീരിയൽ, ആ ബാസ്പോർട്ട് തന്നെ നമുക്ക് ആ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാനൽ ലൈറ്റ്സ് മാർക്ക് ചെയ്യാം. കറക്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഇനി സെപ്പറേറ്റ് ഒരു മാർക്കിങ്ങിൻ്റെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ എടുത്തതിന് ശേഷം നമുക്കത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ അത് സൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വരുന്നത് ഇൻബിൽറ്റ് ആയിട്ടല്ല അഡാപ്റ്റർ വരുന്നത്, ഔട്ടറാണ്. അതായത് രണ്ടും 2 ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. 2 ടൈപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ്സ്, ഏതാണോ കംപ്ലയിൻറ്റ്സ് വരുന്നത് മാറ്റിയിടാൻ പറ്റും. പക്ഷേ ഇൻബിൽറ്റ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ലൈറ്റ് കംപ്ലയിൻ്റ് ആക്കി ഞാൻ സെറ്റ് മൊത്തം മാറ്റേണ്ടി വരും. അഡാപ്റ്റർ ആണെങ്കിൽ അഡാപ്റ്റർ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റർ ഇടാനുള്ള സ്പേസ് കൂടി നമുക്ക് അതിൻ്റെ അത് ഗ്യാപ്പ് കിട്ടണം. മറ്റേതാകുമ്പോൾ അത്രയും പ്രൊജക്ഷൻസ് കാര്യങ്ങളില്ല, വളരെ ക്യൂട്ടായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഈ 6 വാട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇൻബിൽറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വരുന്ന അഡാപ്റ്ററുകളും വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 6 വാട്ടാണെങ്കിലും 3 വാട്ടാണെങ്കിലും 9 വാട്ടാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ലൈറ്റുകളാണ് കൂടുതലും കിട്ടുക. ന്യൂട്രൽ വൈറ്റ്, പിന്നെ വാം വൈറ്റ്സ്. ഇത്രയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait